2000 പുറത്തിറങ്ങിയ ഒരു ഹോളിവുഡ് മൂവിയുണ്ട് 13 Days. നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുണ്ടാവും. അതൊരു സാങ്കല്പിക കഥയായിരുന്നില്ല. 1962 ലോകത്തെ ഒരു ആണവ യുദ്ധത്തിന്റെ വക്കിൽ വരെ കൊണ്ടെത്തിച്ച ഒരു 13 ദിവസങ്ങളുടെ കഥ. യെസ്, വി ആർ ടോക്കിംഗ് അബൌട്ട് ക്യൂബൻ മിസൈൽ ക്രൈസിസ്. കഥ തുടങ്ങുന്നത് 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു. ഈ ലോകം 2 മഹാശക്തികളുടെ നിയന്ത്രണത്തിലാവുന്നു. ഒരു ഭാഗത്ത് ക്യാപിറ്റലിസ്റ്റ് രാജ്യമായിട്ടുള്ള അമേരിക്ക, മറുഭാഗത്ത് സോഷ്യലിസം പ്രൊമോട്ട് ചെയ്യുന്ന സോവിയറ്റ് യൂണിയൻ. ഇവർ തമ്മിൽ നേരിട്ടുള്ള യുദ്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പരസ്പരം തോൽപ്പിക്കാനായി എല്ലാ മാർഗങ്ങളും അവർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. സയൻസിലും സ്പേസിലും ഡിഫൻസിലും ഇവൻ ന്യൂക്ലിയർ റിസർച്ച് പ്രോഗ്രാംസിൽ വരെ ഇവർ മത്സരിക്കുകയായിരുന്നു. ഈ ഒരു കാലഘട്ടത്തെയാണ് പിൽക്കാലത്ത് കോൾഡ് വാർ പീരീഡ് അല്ലെങ്കിൽ ശീതയുദ്ധം എന്ന് വിളിച്ചിരുന്നത്. വർഷം 1959. അമേരിക്കൻ തീരത്തുനിന്ന് വെറും 150 കിലോമീറ്റർ മാത്രം അകലെയുള്ള ക്യൂബയിൽ വലിയൊരു വിപ്ലവം നടന്നു. ഒരു അമേരിക്കൻ പപ്പറ്റായിരുന്ന ഫ്ലുഗൻസിയോ ബാറ്റിസ്റ്റ എന്ന ഏകാധിപതിയെ അധികാരത്തിൽ നിന്ന് മാറ്റി ഫിഡൽ കാസ്ട്രോ എന്നൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഭരണം പിടിച്ചെടുത്തു. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ആയതുകൊണ്ട് തന്നെ ഫിഡൽ കാസ്ട്രോയ്ക്ക് സ്വാഭാവികമായും താല്പര്യം സോവിയറ്റ് യൂണിയനോടായിരുന്നു. ഇത് അമേരിക്ക സോവിയറ്റ് യൂണിയൻ ബന്ധത്തെ വീണ്ടും വഷളാക്കി. സോവിയറ്റ് യൂണിയനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് തുർക്കി. സോവിയറ്റ് യൂണിയനെ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്ക ഓൾറെഡി തന്നെ അവിടെ ന്യൂക്ലിയർ മിസൈലുകൾ സ്ഥാപിച്ചിരുന്നു. ഇതൊരു ത്രെറ്റായി കണ്ട സോവിയറ്റ് യൂണിയൻ അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ചില രഹസ്യ പദ്ധതികൾ പ്ലാൻ ചെയ്തു. അമേരിക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ക്യൂബയിൽ ന്യൂക്ലിയർ മിസൈലുകൾ സ്ഥാപിക്കുക എന്നതായിരുന്നു അന്നത്തെ സോവിയറ്റ് നേതാവായിരുന്ന നികിത ക്രൂഷ്ചേവിന്റെ തീരുമാനം. വർഷം 1962 ഒക്ടോബർ 14. ഒരു സാധാരണ നിരീക്ഷണ ദൗത്യവുമായി ക്യൂബയുടെ മുകളിലൂടെ പറക്കുകയായിരുന്നു ഒരു അമേരിക്കൻ ചാരവിമാനം U-2. പക്ഷേ ആ ചാരവിമാനത്തിന്റെ ക്യാമറ പകർത്തിയ ചില ചിത്രങ്ങൾ അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. ക്യൂബയിൽ സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ച ചില ന്യൂക്ലിയർ മിസൈൽ സെന്റേഴ്സിന്റെ ചിത്രങ്ങളായിരുന്നു അത്. ലോകത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളവ. ഈ വാർത്ത ഉടൻ തന്നെ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോൺ എഫ് കെനഡിയുടെ മേശപ്പുറത്തെത്തി. ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം കെനഡി പല വെല്ലുവിളികളും നേരിട്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ നിമിഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല. ഇത് വ്യക്തമാക്കുന്നതായിരുന്നു വൈറ്റ് ഹൗസിന്റെ മുന്നിൽ നിന്ന ജനങ്ങളെയും അവിടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെയും നോക്കി അന്ന് കെനഡി പറഞ്ഞ വാക്യങ്ങൾ. They don't know, they have no idea what's happening. Kennedy was really tensed. ഏതാനും ദിവസത്തിനുള്ളിൽ കെനഡി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആ സത്യം ലോകത്തോട് വെളിപ്പെടുത്തി. സോവിയറ്റ് യൂണിയൻ ക്യൂബയിൽ ന്യൂക്ലിയർ മിസൈലുകൾ സ്ഥാപിച്ചിരിക്കുന്നു. അമേരിക്കയ്ക്ക് ഭീഷണിയായ ഈ നീക്കം ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. ഇതിനോടൊപ്പം തന്നെ ക്യൂബയുടെ മേലിൽ നേവൽ ബ്ലോക്കേഡും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇനി എന്തും സംഭവിക്കാം. അമേരിക്കയിലെ ജനങ്ങൾ വീടുകളിൽ ബങ്കേഴ്സ് നിർമ്മിക്കുന്നു, സ്കൂളുകളിലെ കുട്ടികൾക്ക് ആണവാക്രമണ പരിശീലനങ്ങൾ നൽകുന്നു, പല സ്ഥലങ്ങളിലും മോക്ക് ഡ്രിൽസ് കണ്ടക്ട് ചെയ്യുന്നു. ലോകം അവസാനിക്കാൻ പോകുകയാണെന്ന് പലരും കരുതി. വർഷം 1962 ഒക്ടോബർ 27. ബ്ലാക്ക് സാറ്റർഡേ എന്നറിയപ്പെടുന്ന ലോക ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ ഒരു ദിവസം. ക്യൂബയുടെ മുകളിലൂടെ പറന്നിരുന്ന ഒരു അമേരിക്കൻ U-2 ചാരവിമാനം സോവിയറ്റ് യൂണിയൻ വെടിവെച്ച് വീഴ്ത്തി. എന്നാൽ അതിലും വലിയൊരു പ്രതിസന്ധി അന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിലും അരങ്ങേറുന്നുണ്ടായിരുന്നു. പുറം ലോകവുമായി യാതൊരു ബന്ധവും ഇല്ലാതെ B-59 എന്ന സോവിയറ്റ് സബ്മറൈൻ ദിവസങ്ങളായി കടലിന്റെ ആഴങ്ങളിൽ ട്രാപ്ഡ് ആയിരുന്നു. ചുറ്റും അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ അവരെ വളഞ്ഞിട്ടുണ്ട്. പുറത്ത് യുദ്ധം ആരംഭിച്ചോ എന്ന് പോലും ഇവർക്കറിയില്ല. സബ്മറൈനിൽ ഉണ്ടായിരുന്ന ചില നാവിക ഉദ്യോഗസ്ഥർ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കെതിരെ ടോർപെഡോസ് പ്രയോഗിക്കാൻ വരെ തയ്യാറായി. എന്നാൽ അതിനെല്ലാം എതിർത്ത് നിന്നത് ഒരു നേവൽ ഓഫീസറാണ്. ഹിസ് നെയിം ഇസ് വസീലി ആർക്കപ്പോവ്. അദ്ദേഹത്തിന്റെ ഒരൊറ്റ നോ കാരണം ആ യുദ്ധം അവിടെ ആരംഭിച്ചില്ല. മനുഷ്യരാശിയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ച ഒന്നായിരുന്നു അത്. തൊട്ടടുത്ത ദിവസം വാർത്ത വന്നു. ക്രൂഷ്ചേവും കെനഡിയും ധാരണയിലെത്തി. കഴിഞ്ഞ കുറേ നാളുകളായി നിലനിന്നിരുന്ന സിറ്റുവേഷൻസ് റിസോൾവ് ചെയ്യാനായി ഇരു കൂട്ടരും കൈകൊടുത്തു. കൂടാതെ ചില തീരുമാനങ്ങളും എടുത്തു. സോവിയറ്റ് യൂണിയൻ ക്യൂബയിൽ സ്ഥാപിച്ച ന്യൂക്ലിയർ മിസൈലുകൾ പിൻവലിക്കണം. അതുപോലെ തന്നെ തുർക്കിയിൽ അമേരിക്ക സ്ഥാപിച്ച മിസൈലുകൾ പിൻവലിക്കപ്പെടും. അമേരിക്ക ക്യൂബയുടെ മേലിൽ ഇനി ആക്രമിക്കാൻ പാടില്ല. ധാരണ പ്രകാരമുള്ള തീരുമാനങ്ങൾ ഇവയെല്ലാമായിരുന്നു.
അങ്ങനെ 13 ദിവസങ്ങളായി ലോകത്തെ മുൾമുനയിൽ നിർത്തിച്ച ക്യൂബൻ മിസൈൽ ക്രൈസിസിന് വിരാമമായി. ഇന്ന് ലോകം വീണ്ടും നിരവധി സംഘർഷങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ആ 13 ദിവസങ്ങളുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന ഒന്നിതാണ്: എ വാർ ഹാസ് നോ വിക്ടേഴ്സ്, only humanity as its victims.